ഓരോ തവണ സന്യാസിനിമാർ ആക്രമിക്കപ്പെടുമ്പോഴും ഞങ്ങൾ ഒരു സംഭവം ഓർമ്മിക്കാറുണ്ട്. കുരിശിൽ തുപ്പിയവർക്കും മലിനപ്പെടുത്തിയവർക്കും മാതാവിന്റെ അത്ഭുത മെഡൽ തകർത്തവർക്കും സംഭവിച്ചത് മറക്കരുത്. മുന്നറിയിപ്പുമായി സന്യാസിനിയുടെ കുറിപ്പ്. ആക്രമണങ്ങളിൽ ആളിപ്പടരുന്ന ക്രൈസ്തവ വിശ്വാസം എന്ന ശീർഷകത്തിൽ സിസ്റ്റർ സോണിയ കെ ചാക്കോയുടെ കുറിപ്പ്. ഉയരം കൂടുന്തോറും ചായയ്ക്ക് സ്വാദേറുമെങ്കിൽ, കനലിനോട് അടുക്കുംതോറും സ്വർണത്തിന് തിളക്കം കൂടുമെങ്കിൽ, പീഡനമേറുന്തോറും ക്രിസ്ത്യാനിക്ക് വിശ്വാസം വർദ്ധിക്കുകയും പ്രത്യാശ ഏറുകയും ചെയ്യും. ക്രൈസ്തവ പീഡനങ്ങളുടെ ചരിത്രത്താളുകളിൽ റോമ സാമ്രാജ്യത്തിൽ ഡയോക്ലീഷ്യനും നീറോയും ഉണ്ടായിരുന്നെങ്കിൽ, റഷ്യയ്ക്കും ചൈനയ്ക്കും വിയറ്റ്നാമിനും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുണ്ടെങ്കിൽ, ഭാരതത്തിന് ഒരു ബജറംഗ് ദളും RSSും ഉണ്ട്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ തുടർച്ചയായി അക്ഷീണം പരിശ്രമിക്കുകയും ആക്രമണങ്ങളാൽ ക്രിസ്തീയ വംശഹത്യയ്ക്ക് വേണ്ടി അലറി വിളിക്കുകയും ചെയ്യുന്ന സഹോദരരെ, ഈശോ മിശിഹാ യൂദാസിനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആവർത്തിക്കുകയാണ്. നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഛത്തീസ്ഗഡിനെയും കാൻഡമാനിനെയും മണിപ്പൂരിനെയും നോക്കി ആത്മാർത്ഥമായി ഞങ്ങൾ പറയുന്നു, നിങ്ങളോട് ഞങ്ങളേറെ കടപ്പെട്ടിരിക്കുന്നു. ഒത്തിരി നന്ദിയും. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് 100 കണക്കിന് വിശുദ്ധ രക്തസാക്ഷികളെ തന്നു, 25ഓളം വിശുദ്ധരെ തന്നു. പിന്നെ ക്രിസ്തുവിനെ വിശ്വാസ സാക്ഷ്യത്തിലൂടെ പ്രഘോഷിക്കുവാൻ ധാരാളം അവസരങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നൽകി. കുരിശില്ലാതെ രക്ഷയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായാണ് ഞങ്ങളെല്ലാവരും മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത്. 2008 കാലഘട്ടത്തിൽ കണ്ടമാനിൽ നടമാടിയ കൊടിയ ക്രൈസ്തവ മതപീഡനങ്ങൾ ഞങ്ങളെ ഏവരെയും അത്യധികം ഞെട്ടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒരുപാട് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ സഹായിക്കുകയും ചെയ്ത സംഭവമാണ്. കാൻഡമാനിലെ റെയ്ക്കിയ എന്ന ഗ്രാമത്തിൽ ഞങ്ങളുടെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്റ് കാതറിൻ മഠത്തിൽ നടന്ന ഒരു സംഭവം നിങ്ങളുടെ ഓരോ ആക്രമണ വേളകളിലും ഞങ്ങൾ ഓർക്കാറുണ്ട്. കാൻഡമാൻ മുഴുവൻ ജയ് വിളിച്ച് കയ്യിൽ തീപ്പന്തവുമായി അലറി വിളിച്ച് ആരെ കൊല്ലണം എന്ന് നിങ്ങൾ തിരഞ്ഞോടിയപ്പോൾ കയറാൻ ഭയന്ന് നിന്ന ഒരേ ഒരു സ്ഥലം ഞങ്ങളുടെ മഠമായിരുന്നു. കാൻഡമാനിൽ ക്രൈസ്തവ വേട്ട 2008 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സെന്റ് കാതറിൻസ് മഠത്തിലെ DC സിസ്റ്റേഴ്സ് അത്യധികം ഭയപ്പെട്ടു. കാരണം അവരുടെ കീഴിൽ 300-ലധികം കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഒപ്പം അനാഥരായ 50ഓളം കുരുന്നുകളും. അവരുടെ സുരക്ഷിതത്വത്തെ കരുതിയാണ് സിസ്റ്റേഴ്സ് ഭയപ്പെട്ടത്. എന്തു സംഭവിച്ചാലും അവരുടെ ജീവൻ സംരക്ഷിക്കണം. ആ കുഞ്ഞുങ്ങളെ വിട്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർ ഓടിപ്പോവില്ല. പള്ളികൾ തകർക്കുന്നെന്ന വാർത്ത അറിഞ്ഞതിനാൽ അന്നത്തെ മദർ സിസ്റ്റർ പൗളിൻ DC മറ്റ് സിസ്റ്റേഴ്സിനെ വിളിച്ച് സക്രാരി തുറന്ന് തിരുവോസ്തി പ്രാർത്ഥനാപൂർവ്വം ഭക്ഷിച്ചു. പിന്നെ ആരാധനയ്ക്ക് ഈശോയെ എഴുന്നള്ളിച്ചു വെച്ചു. കുഞ്ഞുങ്ങളെയും സിസ്റ്റേഴ്സിനെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൈക്കുഞ്ഞുങ്ങൾ മുതൽ അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങൾ യാതൊരു ശബ്ദവുമില്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി കടന്നുപോയി. എങ്ങും റാംവിളികളും ആക്രോശവും കത്തിക്കലും കൊലവിളികളും കൊലപാതകങ്ങളും മാത്രം. 100-ലധികം വിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. യുവാക്കളെ ചുട്ടുകൊന്നു. RSSന്റെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിഞ്ഞാട്ടം. നിശബ്ദരായി ഭരണകൂടം കണ്ടു ചിരിച്ചപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയെ കണ്ണീരോടെ നിന്നിരുന്ന സന്യാസിനിമാരും കുരുന്നുകളും വൃദ്ധസദനത്തിലെ അന്തേവാസികളും കർത്താവിന്റെ മുന്നിൽ കണ്ണീരൊഴുക്കി ദൃഢചിത്തരായി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ഈശോ കേട്ടു. മഠത്തിന്റെയും ദേവാലയത്തിന്റെയും ബാലഭവനത്തിന്റെയും ഇരുവശങ്ങളിലൂടെ ആക്രോശങ്ങളുമായി രാവും പകലും പാഞ്ഞ വാടക ഗുണ്ടകളും RSS സഹോദരനും ഒരു തവണ പോലും ഉള്ളിലേക്ക് കടക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവ് അവരെ അനുവദിച്ചില്ല. കാരണം അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 1970 ഇതേ ക്രൈസ്തവ നിന്ന് നടത്തിയിരുന്ന ഒരു കൂട്ടം RSS പ്രവർത്തകർ റെയ്ക്കിയ പള്ളിയുടെ മുന്നിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം തകർക്കുകയും കുരിശിൽ തുപ്പി മൂത്രമൊഴിച്ചു മലിനപ്പെടുത്തുകയും ചെയ്തു. കുരിശിൽ മൂത്രമൊഴിച്ച RSSകാരൻ അപ്പോൾ തന്നെ ഷോക്കേറ്റ് മരിച്ചു. അത്ഭുത മെഡൽ മാതാവിന്റെ രൂപം തകർത്ത 2 പേർ അന്ധരാക്കപ്പെട്ടു. ആ ഭയത്തിൽ പിന്നീട് ഒരിക്കലും ഒരു ബജറംഗ് ദളും കൈ ഉയർത്തുക പോയിട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. 20-ാം നൂറ്റാണ്ട് കണ്ട കൊടിയ പീഡനങ്ങൾ നടന്ന ചൈനയിലും റഷ്യയിലും ജപ്പാനിലും വിയറ്റ്നാമിലും ജർമ്മനിയിലും എന്തേ ക്രിസ്ത്യാനികൾ നാമാവിശേഷമായോ? ഒരിക്കലുമില്ല. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിൽ സഭ തഴച്ചു വളരുന്നത് കൺമുന്നിൽ നാം കണ്ടു. ആർക്കും ഇനി ഒരിക്കലും തകർക്കാനാവാത്ത വിധം വിശ്വാസം വളർന്നിരിക്കുന്നു. ഇനി നിങ്ങളും അതിന് ദൃക്സാക്ഷികളാവും. കാരണം സമന്ദർ സിംഗ് നിങ്ങളിൽ ഒരാളായിരുന്നു. എന്റെ പ്രിയ RSS ബജറംഗ് ദൾ സഹോദരരെ, നിങ്ങൾ എന്റെ നേരെ ആക്രോശങ്ങളും ജയ് ശ്രീറാം വിളികളുമായി വന്നാലും ഞാൻ നിങ്ങളെ സഹോദര എന്നേ വിളിക്കൂ. കാരണം ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്ന കാലത്ത് എനിക്കൊപ്പം നിങ്ങളും ഉറക്കെ പറഞ്ഞിരിക്കാം, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന്. ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്റെ മുന്നിൽ നിന്ന് ആ പ്രതിജ്ഞ വീണ്ടും ആവർത്തിച്ചിരിക്കാം. പീഡനങ്ങൾ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം വിശുദ്ധ പത്രോസ്ലീഹ പ്രസംഗിച്ചതുപോലെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ഈശോയെയാണ് ഞങ്ങൾ പിന്തുടരുന്നതും പ്രഘോഷിക്കുന്നതും. ആ ദൈവത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതും. ഈശോ യൂദാസിനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളോട് ആവർത്തിക്കട്ടെ. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക.